വടക്കുംതല പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 1-ന് കൊടിയേറ്റോടുകൂടി ആരംഭിച്ച ഉത്സവം ഏപ്രിൽ 10-ന് ആറാട്ടോടുകൂടി സമാപിക്കും. 500 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് പിന്നിൽ ചരിത്രമുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ കുമ്പളത്ത് ശങ്കുപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ജാതിഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ദർശനത്തിനായി ക്ഷേത്രം തുറന്നു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആധ്യാത്മിക സംസ്കാരവും ചരിത്ര സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമായി വടക്കുംതല പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രം മാറുന്നു. രാവിലെ ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലം എസ് ദാമോദരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ സുധാംശു നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റോടുകൂടി ഉത്സവത്തിന് സമാരംഭമായി. തുടർന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി ഘടകപൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി. തുടർന്ന് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സാംസ്കാരിക സമ്മേളനത്തിൽ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് മുഖ്യ അതിഥിയായി. ആന ചന്തവും മേള പെരുമയും നമുക്കറിയാം. തൃശൂർ പൂരം, ആ പൂരത്തിൽ സംബന്ധിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ, അതെല്ലാം അവിടുത്തെ മേളപ്പെരുമയുടെ ആസ്വാദകരാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മുടെ നാട്ടിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും നമ്മുടെ ഈ പ്രദേശവാസികളും സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൂരം ഭാവിയിൽ തൃശൂർ പൂരത്തെ പോലെ വലിയ ഒരു ഉത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രിയങ്കരനായ ഗജവീരൻ കാളിദാസനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി നടക്കുകയാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേരുവാൻ അറിയിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ തിലക കുറിയായി നിൽക്കുന്ന കാളിദാസനെ ആദരിക്കുവാൻ കിട്ടിയ അവസരം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇനി 10 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ദേവിയുടെ ഉത്സവാഘോഷങ്ങളാണ്.